നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ അധ്യാപികമാർക്ക് സസ്പെൻഷൻ. തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ 2 അധ്യാപികമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. അധ്യാപികമാർക്കെതിരെ പോലീസ് കേസെടുത്തു. കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് CPM DYFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് സ്കൂളിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. ഓണാഘോഷത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയ പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയെ പുറത്താക്കണമെന്ന് DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ആവശ്യപ്പെട്ടു. പച്ചയായ വർഗീയ പരാമർശമാണ് അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ശരത് പ്രസാദ്. റോഡുകളുടെ ശോചനീയാവസ്ഥയിലെ നിസ്സംഗതയ്ക്കെതിരെ MLA-മാരുടെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. MLA P. ബാലചന്ദ്രന്റെ ഓഫീസിലേക്ക് തൃശൂർ അയ്യന്തോൾ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. MLA മുരളി പെരുന്നള്ളിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മണലൂർ പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിലാണ് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷം നടന്നത്. റോഡുകളുടെ ശോചനീയാവസ്ഥയിലും ഗതാഗതക്കുരുക്കിലും പ്രതിഷേധിച്ച് പാണഞ്ചേരി, ഒല്ലൂർ, ഒല്ലൂക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മന്ത്രി K. രാജന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗുരുവായൂർ MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി തട്ടി മറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറിയിൽ ഇടിച്ച് മരിച്ചു. വരന്തരപ്പള്ളി സ്വദേശി കോപ്പാടൻ വീട്ടിൽ വിജയന്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഗുരുവായൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കള്ളുഷാപ്പ് മാനേജർ മരിച്ചു. മണിക്കത്തുപടി പുളിക്കൽ മനോജാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. പുത്തമ്പള്ളി മുളങ്കൂട് ഷാപ്പിലെ മാനേജറാണ്. ചാവക്കാട് ചേറ്റുവ ഒറ്റത്തെങ്ങിൽ നിയന്ത്രണം വിട്ട കാർ കൽവർട്ടിനു താഴേക്ക് മറിഞ്ഞ അപകടം. കോഴിക്കോട് സ്വദേശികളായ 3 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് നെല്ല് കയറ്റിപ്പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ 8 ബൂത്തുകളിലായി 193 വോട്ടുകളിൽ ക്രമക്കേട് നടന്നതായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കണ്ടെത്തിയ 193 വോട്ടും BJP തന്നെ ചേർത്തതാണ്. ഉദ്യോഗസ്ഥ തലത്തിലും കുർവാ സംഘമുണ്ടെന്നും ജോസഫ് ടാജറ്റ്. കാട്ടൂർ സിഡ്കോ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങൾ മണ്ണിൽ കലരുന്നതായി പരാതി. പൊഞ്ഞനത്തെ കമ്പനികളുടെ മലിനീകരണം മൂലം പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങൾ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മോർലി സന്ദർശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലനിറയ്ക്ക് ആവശ്യമായ 2000-ഓളം നെൽക്കതിർ കറ്റകൾ എത്തി. പഴുനാന ആലാട്ട് കൃഷ്ണൻകുട്ടിയുടെ കുടുംബം ദേവസ്ഥത്തിന് നൽകിയ പാടത്ത് കൃഷി ചെയ്ത 300-ഓളം കറ്റകളാണ് എത്തിച്ചത്. നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് ഇല്ലം നിറ നടക്കുക. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. സെപ്റ്റംബർ 9-ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. പെരുവല്ലൂർ പരപ്പുഴ കാളിക്ഷേത്രത്തിൽ മോഷണം. ഓഫീസ് മുറിയുടെയും ഭണ്ഡാരത്തിന്റെയും പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ഗുരുവായൂർ നഗര ഉപജീവന കേന്ദ്രം വാർഷികാഘോഷവും ഓണാഘോഷവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മച്ചാട് പരസ്പര സഹായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണം സഹകരണ വിപണി ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആക്സ് വാടാനപ്പള്ളി ബ്രാഞ്ചിന്റെ 10ാം വാർഷികാഘോഷവും പുതിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും വ്യാഴാഴ്ച നടക്കും. മുരളി പെരുന്നള്ളി MLA, മേയർ MK വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണമ്പുഴ മരത്തോമ്പിള്ളി റെസിഡൻസ് അസോസിയേഷന്റെയും SNDP യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കും. ശനിയാഴ്ച ചാലക്കുടി SNG ഹാളിലാണ് ഓണാഘോഷം നടക്കുക. പുത്തഞ്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS പ്രവർത്തകർ ദത്ത് ഗ്രാമത്തിലെ 16 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡംഗം VN രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു.
വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുന്നപ്പറമ്പ് ചെന്നിക്കര റോഡ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നപ്പറമ്പ് സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VJ സുരേഷ് കുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്തിന്റെ സാങ്കേതിക വിദ്യാദിനം പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണാറ കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടിൻഡോ, വാർഡംഗം AD സത്യഭാമ, വിവേക്, കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. കൊണ്ടാഴി പഞ്ചായത്തിലെ ഓണക്കനിവ്, നിറപ്പുലിമ, ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന്, സുദേവൻ, സത്യഭാമ തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരിച്ച കോടാലി പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നായർ സമാജത്തിന് നേതൃത്വത്തിൽ നടക്കുന്ന അഷ്ടമി രോഹിണി ആഘോഷത്തിന് വെണ്ണയും അപ്പവും നിറയ്ക്കാനുള്ള കുടങ്ങളെത്തി. പാത്രമംഗലത്തു നിന്നും പ്രത്യേകം നിർമ്മിച്ചു കൊണ്ടുവന്ന മൺകുടങ്ങൾക്ക് സ്വീകരണം നൽകി. വിനായക ചതുർത്ഥി ദിനമായ ചിത്തിരനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ തീർത്ത ഗണപതിയുടെ പൂക്കളം ശ്രദ്ധേയമായി. ഗുരുവായൂരിലെ ബാരാജി ഫ്ലവേഴ്സിന്റെ 12 അടി നീളത്തിലും 9 അടി വീതിയിലുമായി പൂക്കളം തീർത്തത്. 50 കിലോ പൂക്കളാണ് ഉപയോഗിച്ചത്. എരുമപ്പെട്ടി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുണ്ടന്നൂരിലും കരിയന്നൂരിലും ഓണച്ചന്തകൾ ആരംഭിച്ചു. കുണ്ടന്നൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാലും കരിയന്നൂരിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദുരും ഉദ്ഘാടനം ചെയ്തു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് സഹകരണ ഓണച്ചന്ത തുറന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീപീഡകനായ മുകേഷിനെ 2 തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രി രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. A സർട്ടിഫിക്കറ്റ് ആകാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ലെന്നും മുരളീധരൻ. ലഹരിക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി മയക്കുമരുന്ന് കച്ചവടക്കാരനെ ലഹരിക്കടത്ത് നിരോധന നിയമപ്രകാരം കരുതൽ തടങ്കിലാക്കി. കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ നിഷ്താഫിറിനെയാണ് 1 വർഷത്തേക്ക് കരുതൽ തടങ്കിലാക്കിയത്. മാളയിലെ K കരുണാകരൻ സ്മാരക സ്റ്റേഡിയം ഇല്ലാതാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും ചക്ക കോഴിത്തീറ്റ ഫാക്ടറികൾ പ്രാവർത്തികമാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാള, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ VR സുനിൽകുമാർ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നംകുളം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ MLA AC മൊയ്തീന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം മുൻ DCC MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ KK രാമചന്ദ്രൻ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ നഗരത്തിൽ നാലോണ നാളിൽ നടക്കുന്ന പുലികളിക്കുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗഡു കോർപ്പറേഷൻ വിതരണം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് പുലിക്കളി സംഘങ്ങൾക്ക് ചെക്കുകൾ കൈമാറി. മരത്താക്കരയിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ശ്യാമള വേണുഗോപാൽ, വീട്ടമ്മമാരായ ഓമന രാമകൃഷ്ണൻ, ചന്ദ്രിക ഷാജി എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കിയത്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവുമായി കൊരട്ടിയിലെ സ്കൂൾ പരിസരത്ത് നിന്ന് ഒരാൾ പിടിയിൽ. മേലൂർ സ്വദേശി പനങ്ങാടൻ വീട്ടിൽ അഭിനവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 1 കിലോ 155 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായതോടെ മലയോര മേഖലയ്ക്ക് ആശ്വാസമായി. പട്ടയഭൂമി വകമാറ്റി ഉപയോഗിച്ച പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ബോട്ടണി ലാബിന്റെയും സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായുള്ള ക്രിയേറ്റീവ് കോർണറിന്റെയും ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ I സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് നടപടിയെടുത്തു. MS മേനോൻ ബസിന്റെ ഡ്രൈവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരള
കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷന്റെ 68ാമത് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നടത്തിയ വടക്കാഞ്ചേരി MLA ഓഫീസ് മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് M. അയ്യാവു ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത തുടങ്ങി. ബാങ്ക് പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.